ടൈറ്റ് ആയിട്ട് പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെ നമ്മള് ഇങ്ങനെ ചരിച്ച് പിടിക്കരുത്. നേരെ കൈ ഇങ്ങനെ നേരെ വെച്ചിട്ട് നേരെ പാരലായിരിക്കണം. ഇങ്ങനെ അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണം. മസിലൊക്കെ വരട്ടെ. കൈ ഇങ്ങോട്ട് ഇപ്പൊ ഈ ഒരു എന്താ കെറവ് വന്നോ, ആ കെറവെല്ലാം കൂടെ നേരെ അത്രയുള്ള സംഭവം. തടിയല്ല നമുക്ക് തട്ടേണ്ടത്, ഈ ഹെയർ ആണ് തട്ടേണ്ടത്. നമുക്ക് എവിടെ പോലെ പതുക്കെ വായിച്ച് പഠിക്കുന്നതാണ് അതിന്റെ രീതി. രീതി വായിക്കാൻ ആർക്കും പറ്റും. പതുക്കെ അതിന്റെ ഒരു ഓസിലേഷനില് വായിക്കാനാണ് പാട്. കൈ ശ്രദ്ധിക്കും. അങ്ങനെ ഇങ്ങനെ മടക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. നേരെ വെച്ച് വായിച്ചാൽ ടൈറ്റായിട്ട് പിടിച്ച് ഇങ്ങനെ ആരും ടൈറ്റായിട്ട് പിടിക്കും. ഇതിന്റെ ഇടയ്ക്കുള്ള ഇത്രയും സ്പേസിൽ നമുക്ക് വായിക്കാം. കൂടുതലായിട്ട് അടുത്തോട്ട് കൂടുതൽ നീണ്ട മാക്സിമം ഇപ്പൊ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. റെഡിയാക്കി എടുത്താൽ എന്ത് വായിച്ചാലും സഹായം. കാരണം അതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. പിന്നെ അത് എപ്പോ കിടക്കണം, അതിന്റെ അപ്പുറം കിടക്കുന്ന സായ, അതിന്റെ അപ്പുറം കിടക്കുന്ന സായ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് പാ, സെക്കൻഡ് സാ, തേർഡ് പാ, ഫോർത്ത് സാ. ഈ ബോ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മൾ ഈ ബോ ബാലൻസ് ചെയ്തില്ലെങ്കിൽ വയലിലോട്ട് കൂടുതൽ പ്രഷർ കൊടുക്കും. അന്നേരം ഒന്നെങ്കിൽ ഇവിടെ വെച്ച് ഇതങ്ങ് പൊട്ടിപ്പോവും, സ്ട്രിങ് അങ്ങ് പൊട്ടിപ്പോ, അല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിപ്പോ, അല്ലെങ്കിൽ നെക്ക് അങ്ങ് പൊട്ടിപ്പോ. വയലിന് അവിടെ ഇരുന്നാ മതി. പക്ഷെ പ്രഷർ നമ്മള് ഇതിന്റെ ഗ്രിപ്പിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് ബാലൻസ് ചെയ്യില്ല എന്നിട്ട് നമ്മൾ അത് സൂക്ഷ്മമായിട്ട് വായിക്കുന്നതേ ഉള്ളൂ. വെക്കുന്നു, പവറിന് കൊടുക്കത്തില്ല, വെക്കുന്നു. സിമ്പിൾ ആയിട്ട് റിലാക്സ് ആയിട്ട് പാടും. അതിന്റെ വയലിൻ വെക്കുക, എന്നിട്ട് പോകും. അല്ല ഇപ്പുറത്തെ കാലല്ല, റൈറ്റാ. ഇപ്പൊ വയലിൻ വെച്ചേക്കുന്നത് ഓക്കെ. ബോയ് ഇങ്ങനെ കറക്റ്റ് ആക്കി നേരെ
നേരെ വെച്ചേക്കുന്ന ഇങ്ങനെ ഒന്നും പോരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇങ്ങനെ ഇങ്ങനെ നേരെ കുറച്ചും കൂടെ ഇതിപ്പോ എന്തുവാ നമ്മൾ എക്സ് പോലെ ആയിരിക്കും, പക്ഷെ നമുക്ക് എക്സ് പോലെ അല്ല, പ്ലസ് പോലെ ആയിരിക്കും. ഇതിപ്പോ പാരലൽ കട്ട് ചെയ്തുകൊണ്ടാണ് നേരെ മ്യൂട്ട് ആവുന്നത്. മാക്സിമം നമ്മളിപ്പോ ബോ ഇവിടുന്ന് തുടങ്ങിയെന്ന് വെച്ചു, പറ്റുന്ന ഇവിടം വരെയെങ്കിലും എത്തിക്കാൻ നോക്കണം. ഇവിടം വരെ എത്തിക്കാൻ നോക്കണം.